ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മിറർ എംബ്രോയ്ഡറി വർക്കാണ്. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടല്ലോ. അതിനുശേഷം ഞാൻ ഈ നെക്ക് പോർഷനിലാണ് മിറർ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫുള്ളായിട്ടുള്ള എല്ലാ ഡിസൈൻസും കൂടി ഒരുമിച്ച് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഓരോ സൈഡ് വർക്കുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഇതുപോലെ മിറർ വർക്ക് ചെയ്തു. ഇതിന് ശേഷം എംബ്രോയ്ഡറി വർക്ക് പഠിച്ചവർക്കറിയാം സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ്. അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു മിററിൻ്റെ എൻഡ് പോർഷനിൽ ജസ്റ്റ് 2-3 സ്റ്റിച്ചുകളായിട്ട് കൊടുക്കുകയാണ്. ഇത് തന്നെ നമ്മൾ ഈ 4 സൈഡ്സിലും കൊടുക്കുകയാണ്. ഓരോ കോർണറിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇത് കണ്ടല്ലോ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കണ്ടല്ലോ. ഇതുപോലെ തന്നെ ഓരോ കോർണറിലും നമ്മൾ ഒരു സാറ്റിൻ സ്റ്റിച്ച് പോലെ കൊടുക്കാം. ഒരു സൈഡിൽ നിന്നെടുത്തു നെക്സ്റ്റ് സൈഡിലേക്ക് സാറ്റിൻ സ്റ്റിച്ചായിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇത് എംബ്രോയ്ഡറി വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു പോർഷനും കൂടി ചെയ്യാനുള്ളൂ. അവിടെ നമ്മൾ ഈ ഒരു പോർഷനും കൂടി സാറ്റിൻ സ്റ്റിച്ച് പോലെ ഒരു സൈഡിൽ നിന്ന് എടുക്കുക, നെക്സ്റ്റ് സൈഡിലേക്ക് എൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ഫുള്ള് വർക്ക് ചെയ്തത് കാണാം. ഞാൻ ഇവിടെ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ബോട്ടം വരുന്നത് യെല്ലോ ആണ്, അതാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. ബോട്ടം ആൻഡ് ഷോൾ യെല്ലോ ആയതുകൊണ്ടിട്ടാട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യാം. താങ്ക് യു.